ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ് സാർ? അപ്പോഴാണ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു സാധ്യത കാണാവുന്നത്, തിരിച്ചു വരാനുള്ള അവരൊരു ഹോപ്പ്. ഇപ്പം ഞാൻ അത്രയും സമയം പറഞ്ഞ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല, ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ആകെ ആ റോഡാണുള്ളത്. അത് ഗഡ്കരിൻ്റെ റോഡാണ്, ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്, അത് നിങ്ങളതല്ല. അതിൽ നിങ്ങൾ 8 കാലി വമ്മുഞ്ഞി ഇത് നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാന്നല്ലാതെ യാതൊരു കാര്യമില്ല. എല്ലാവർക്കും പറഞ്ഞു കേട്ടാൽ തോന്നും ഈ റോഡ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നിൽക്കുമെന്ന്. അതില്ലല്ലോ, അത് തുടർന്ന് പോവുകയല്ലേ. അത് ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്. അതിന് 5000 കോടി ഉറുപ്പിക കൊടുത്തു എന്നുള്ളത് ശരിയാണ്, അത് നമുക്ക് അവകാശപ്പെടാം. ലാൻഡ് എത്ര? അത്രേ ഉള്ളൂ. പക്ഷെ ആ റോഡ് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്ത് കടന്ന് പിന്നെയും പോവില്ലേ, സ്റ്റേറ്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് 8 കാലി വമ്പഞ്ഞി. കാരണം ഈ റോഡ് നമ്മളതാണ്. എന്താണ് കാണാനുള്ള ആകെ ഒരു സാധനം അതാണ്, വേറെ ഒന്നും കാണാനില്ല. ഞങ്ങൾ കൊണ്ടുവന്ന ഇൻവെസ്റ്റ് കേരളമൊക്കെ പറയുന്നു, ഞങ്ങൾ കൊണ്ടുവന്ന പിന്നെ സ്മാർട്ട് സിറ്റി വരെ പോയി. അതാണ് ഫലം. വേറൊരു ഫലം ഈ 9 കൊല്ലത്തെ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് കാണാനുള്ളതില്ല.